റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്, ഉണ്ട്, ഇനിയും ഒരു കാലത്ത് ഇനിയും അങ്ങോട്ട് ഒരുപാട് താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എടുത്തു പറയാവുന്ന മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്, ജയറാമേട്ടനുണ്ട്, ദിലീപ് ഏട്ടനുണ്ട്, മുകേഷ് ഏട്ടനുണ്ട്. ഇങ്ങനെ മലയാളത്തിലെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള താരങ്ങൾ മുമ്പും ഇപ്പോഴും ഇനിയും ഒക്കെ ഉണ്ടാവും. ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇനിയും ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഏട്ടനായാലും ജയറാമേട്ടനാണെങ്കിലും ദിലീപ് ഏട്ടനാണെങ്കിലും മുകേഷ് ഏട്ടനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരും മമ്മൂക്കയെ സംബോധന ചെയ്യുന്നത് മമ്മൂക്ക എന്നാണ്. മമ്മൂക്ക. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ പ്രിയദർശനെ പോലുള്ള ആൾക്കാർ മമ്മൂട്ടിക്ക എന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ സ്വന്തം സഹോദരങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഇച്ചാക്ക എന്നാണ്. ഇച്ചാക്ക. അപ്പം എനിക്ക് തോന്നുന്നു അവരെ കൂടാതെ സിനിമാ മേഖലയിൽ നിന്ന് മമ്മൂക്കയായിട്ട് ഇത്രയും അടുപ്പമുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും മമ്മൂക്ക ഇച്ചാക്ക എന്ന് വിളിക്കുന്ന ഒരാൾ ലാലേട്ടനാണ്. കാര്യം അതിൽ നിന്ന് മാത്രം നമുക്കറിയാം മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് എത്രമാത്രം ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു സഹോദര തുല്യമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പം ലാലേട്ടൻ്റെ വിവാഹ സമയത്തൊക്കെ മമ്മൂക്ക കുടുംബസമേതം അതിനകത്ത് പങ്കെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലാലേട്ടനെ കുറിച്ച് മമ്മൂക്ക പല ഇൻ്റർവ്യൂകളിൽ സ്നേഹവും വാത്സല്യവും ഒക്കെ കലർന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അവർ തമ്മിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം സിനിമാ മേഖലകളിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ആരോഗ്യപരമായിട്ടുള്ള മത്സരമാണ് മലയാള സിനിമ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽപ്പെട്ട അത്തരത്തിലുള്ള ഒരു നായകന്മാരൊന്നും ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഒരു ഭാഷകളും ഭരിക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും തുല്യമായിട്ടുള്ള ആൾക്കാരാണ് തമിഴിൽ നിന്ന് രജനീകാന്തിനെയും കമലഹാസനെയും പോലുള്ള ആൾക്കാർ. അവിടെ പക്ഷേ വിജയുടെയും അജിത്തിൻ്റെയും അല്ലെങ്കിൽ സൂര്യയുടെയും പോലുള്ള ആൾക്കാരുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും രജനീകാന്തിനും അല്ലെങ്കിൽ കമലഹാസനും ഒക്കെ മുമ്പുണ്ടായിരുന്ന ഒരു പേരിന്ന് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ്. അതുപോലെ ഹിന്ദി സിനിമയിലായാലും മമ്മൂക്കയ്ക്കും ലാലേട്ടനും തുല്യമായിട്ടുള്ള പല ആൾക്കാർ ഇന്ന് ഹിന്ദി സിനിമകളിലും പ്രധാന സ്ഥാനത്തൊന്നും ഇന്നില്ല. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലായാലും മമ്മൂക്കയ്ക്കും ലാലേട്ടനും തുല്യമായിട്ടുള്ള ചിരഞ്ജീവിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇന്ന് വളരെ 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 പിന്നോട്ട് പോയി. അവിടെ രാംചരൻ്റെയും അല്ലു അർജുൻ്റെയും ജൂനിയർ NTRൻ്റെയും മഹേഷ് ബാബുവിൻ്റെയും അങ്ങനെയുള്ള പ്രഭാസിൻ്റെയൊക്കെ ഒരു കാലമാണ് നമുക്ക് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഏത് സിനിമ ഇൻഡസ്ട്രി എടുത്താലും അപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ലാലേട്ടനും തമ്മിലുള്ള ഈ ഒരു ആരോഗ്യകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഈ ഒരു മത്സരം, അല്ലെങ്കിൽ അവർ മത്സരത്തിനിടയിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ സൗഹൃദമാണ് മലയാള സിനിമ ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ. കാര്യം അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും എല്ലാം മമ്മൂക്കയെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വൻ മരങ്ങൾ തന്നെയാണ്. അവർ രണ്ടുപേരും വൻ വൃക്ഷങ്ങൾ തന്നെയാണ്. കാര്യം അവരുടെ കീഴിൽ നമ്മൾ പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഒരു തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു തണൽ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, അതൊരു സംരക്ഷണം നമ്മുടെ മറ്റുള്ള താരങ്ങൾക്ക് കൊടുക്കാൻ ശേഷിയുള്ള രണ്ട് വൻമരങ്ങൾ തന്നെയാണ് മമ്മൂക്ക ലാലേട്ടനും എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളിന് മുമ്പാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാനത് കാണാൻ വൈകിപ്പോയോണ്ടായിരിക്കും. അപ്പോൾ ലാലേട്ടനോട് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഫൈറ്റ് സീനുകളിൽ ലാലേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം, സൂക്ഷിച്ച് വേണം എന്നൊക്കെ മമ്മൂക്ക മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ലാലേട്ടനോട് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ലാലേട്ടൻ പറയുന്നത് തീർച്ചയായിട്ടും കാര്യം അത്തരത്തിലുള്ളൊരു ഫൈറ്റ് സീനുകളിലേക്ക് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സിൽ വരുന്നത് തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ആ വാക്കുകളാണ്. അതായത് ലാലേട്ടൻ പറയുന്നത് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള അതൊരു വിഷ്വൽ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൻ്റെയൊക്കെ ഒരു രീതിയിലോ മമ്മൂക്ക അത് പറയുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷമാണ് ലാലേട്ടൻ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാര്യം ഇപ്പോഴും മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്കുകളാണ് ലാലേട്ടൻ ഒരു ഫൈറ്റ് ചെയ്യുമ്പം മുൻകരുതൽ എടുക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ മനസ്സിലേക്ക്. കാര്യം നമ്മൾ പറയുന്ന കണക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും സൗഹൃദം പുലർത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണേ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലും വരുന്ന കണക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണക്ക് അത്തരത്തിലുള്ള ഒരു വാക്കുകളാണ് ലാലേട്ടന് ഈ പറയുന്ന കണക്ക് കൂടുതൽ സൂക്ഷിച്ചും മറ്റും ചെയ്യാൻ സാധിക്കുന്നതെന്ന് ലാലേട്ടൻ പറയുന്ന ആ വാക്കുകൾ, അതിൽ നിന്ന് മാത്രം അറിയാം മമ്മൂക്ക ലാലേട്ടൻ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ശക്തി. ആരെങ്കിലും രണ്ട് ചേരിയിലായിട്ട് തിരിഞ്ഞു നിന്ന് ഫാൻസ് പല പ്രാവശ്യം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടും ലാലേട്ടന് വേണ്ടിയിട്ടും ഒക്കെ വാദിക്കുന്നുണ്ട്. പലരും, ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാരുൾപ്പെടെയുള്ള പലരും വാദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ തമ്മിൽ കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സൗഹൃദം. മമ്മൂക്ക തന്നെ മുമ്പ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്വകാര്യ ചാനലിൻ്റെ ഒരു പരിപാടിയിൽ ഒരു അവതാരകൻ ചോദിച്ച മമ്മൂക്ക പറഞ്ഞത്,
ആരോഗ്യപരമായിട്ട് മത്സരം നടക്കുന്നുണ്ട് എന്ന് വെച്ച് ലാലിന് ഒരു അപകടം അങ്ങനെ പറ്റുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത് നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം അതൊരു ഫീൽ ആവുകയാണ്. കാര്യം നമുക്കത് അങ്ങനെ അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടുത്ത ബന്ധമാണ്, അത്രയ്ക്ക് സ്നേഹമാണ്, അല്ലെങ്കിൽ സഹോദര തുല്യമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹവുമാണ് അവർ തമ്മിൽ തുടരുന്നത്, അല്ലെങ്കിൽ അവർ പുലർത്തുന്നത്, അല്ലെങ്കിൽ ഇനി അത് അവർ അങ്ങനെ തുടർന്ന് പോകുന്നത് എന്ന് ഉള്ളതാണ് രണ്ടുപേരുടെ ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ തൊട്ട് അവർ പറയുന്നതാണ്, അല്ലാതെ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് പോകത്തക്ക രീതിയിലുള്ള അല്ല അവരുടെ ആ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള ആ വാക്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും അവർ തമ്മിലുള്ള ഈ സൗഹൃദവും അതോടൊപ്പം ഫാൻസുകാരെയും മലയാള സിനിമയും പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള മത്സരവും രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഇനിയും വർഷങ്ങൾ മുന്നോട്ട് അങ്ങനെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.